ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പരിപാടി കിച്ചണിൻ്റെ ഒരു ഡ്രെയിനേജിന് വേണ്ടിയിട്ടൊരു ട്രാപ്പ് സെറ്റ് ചെയ്യാൻ വന്നേക്കണാണ്. അപ്പോൾ നമ്മൾ ഇത് നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇത് എന്തുകൊണ്ട് ഇതിനെ കറക്റ്റ് പറയണത് എനിക്കറിയാൻ പാടില്ല. ഇതിൻ്റെ ഗള്ളി ട്രാപ്പ് എന്നൊക്കെ നമുക്ക് പറയാം. ഇത് ക്ലോസറ്റിൻ്റെ അപ്പോൾ സെറാമിക് ട്രാപ്പ് ഉണ്ടായില്ല, പി ട്രാപ്പ്, ഇന്ത്യൻ ക്ലോസറ്റിൻ്റെ ആ സാധനം അവിടെ നമ്മൾ ആദ്യം വെച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് നേരെ പരിക്കം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കട്ട വെച്ചിട്ട് ചേമ്പർ ചെയ്യായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിലും കുറച്ചും കൂടെ ബെറ്റർ ഒരു രീതി, സ്മെല്ല് ഇതായിരിക്കാൻ വേണ്ടി ഈ ഒരു രീതിയാണ്. അതായത് നമുക്കിതിപ്പോൾ ഇങ്ങനെ നമുക്ക് തുളച്ചതിന് ശേഷം നമുക്കൊരു ഇപ്പോൾ ഈ ഒരു പോർഷനിലായിട്ട് ഇത് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ വരുന്ന കിച്ചണിൻ്റെ ലൈന് 3 കിച്ചണോട് കണക്ട് ചെയ്ത് തന്നെ ഒരു സ്പേസിലായിട്ടാണ് ഈ ഒരു ഭാഗം വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇത് കഴിഞ്ഞിട്ടില്ല, സെറ്റ് ചെയ്ത് തുടങ്ങണുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ പരിക്കനും കാര്യങ്ങളൊക്കെ ഇട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽ കുറച്ചുകൂടി പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടി ഏകദേശം ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഇത് 6.4 ഒരു പി ട്രാപ്പ്, അതാണ് ഇതിനെ പറയണേ. അപ്പോൾ നമ്മൾ സാധാരണ ഇന്ത്യൻ ക്ലോസറ്റിന് നോക്കുന്ന സെറാമിക് ട്രാപ്പിൻ്റെ PVC വെർഷൻ ഇത് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് ഇതിൻ്റെ 2.5 ഇഞ്ച് പൈപ്പ് കയറാൻ പാകത്തിന് തുളച്ച് ഇതേപോലെ നമ്മൾ പൈപ്പ് തുളച്ചിട്ട് നമ്മളിവിടെ ഒരു ചേമ്പർ പോലെ ചെയ്യുക ചെയ്തത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളല്ല മീൻസ് ആദ്യമൊക്കെ ഞാൻ ഫസ്റ്റ് പണിക്ക് വന്നൊരു ഫ്ലാറ്റിലായിരുന്നു. ഫ്ലാറ്റിൽ എന്ന് പറഞ്ഞാൽ എല്ലാ സിങ്കിൻ്റെ, അതായത് വേസ്റ്റിൻ്റെ അടിയിലൊരു ട്രാപ്പ് ഉണ്ടാവും. പക്ഷേ വീടുകളിൽ ഞാൻ പൊതുവെ അങ്ങനെ കണ്ടിട്ടുണ്ടായില്ലായിരുന്നു. അപ്പോൾ വീടുകളിൽ അപ്പോൾ അതിന് പകരമായിട്ട് ഇതേപോലെ മിക്കവരും ചേമ്പർ വെച്ച് കൊടുക്കും. ചേമ്പർ, മെയിൻ ഹോൾ, അങ്ങനെ എന്താണോ അതിന് വേറെ കറക്റ്റ് നെയിം വേറെ എന്തോന്ന് പറയണം. മാൻ ഹോൾ എന്ന് പറഞ്ഞാൽ വേറെ സാധനം, ചേമ്പർ എന്ന് പറഞ്ഞാൽ വേറെ സംഭവം, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കറക്റ്റ് പേര്. അപ്പോൾ നമ്മൾ വെക്കണ ഈ ഇൻസംഷൻ ചേമ്പർ മറ്റേ PVCയുടെ റെഡിമെയ്ഡ് കിട്ടുന്നില്ലേ, സുപ്രീമിൻ്റെയൊക്കെ ആ സംഭവമാണ്. അതാണെങ്കിൽ നമുക്കിതുപോലെ വാട്ടർ സീൽ വരില്ല. അതായത് വെള്ളം അതിനകത്ത് കെട്ടിക്കിടന്നാൽ മാത്രമാണ് സ്മെല്ല് കിച്ചണിലേക്ക് കയറി വരാതിരിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മെല്ല് കിച്ചണിലേക്ക് വരത്തില്ല ഇത്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. മിക്കവരും ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇത് വർഷങ്ങളായിട്ട് ആളുകൾ ചെയ്യുന്ന ഒരു രീതിയൊക്കെയാണിത്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഇവിടുത്തെ ഗ്രൗണ്ട് ലെവൽ ഫിനിഷിംഗ് ആയി വരുമ്പോൾ ഒരു 6 ഇഞ്ച് പൈപ്പിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ചേമ്പറിൻ്റെ മറ്റേ മെയിൻ ഹോളിൻ്റെ കവറില്ലേ, ആ കവർ കട്ടയുടെ ലെവലിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ വേസ്റ്റ് ഒന്ന് ബ്ലോക്ക് ആവുക എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ തുറന്നു നോക്കാൻ പറ്റും. കാരണം ഈ ഒരു സിങ്കിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നുള്ള പൈപ്പും വരുന്നുണ്ട്. ഈ ഒരു സിങ്ക്, ഇവിടെ ഒരു അകത്തൊരു സിങ്ക് വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ടും വരുന്നുണ്ട് ഒരു സിങ്ക്. ഈ ഒരു പോർഷനിൽ ഒരു സിങ്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 സിങ്കും കൂടി കണക്ട് ചെയ്തിട്ടാണ് ഇനി ഇവിടെ വർക്ക് ഏരിയ വരികയാണെങ്കിൽ ഒരു എക്സ്ട്രാ എന്തെങ്കിലും ഒരു സിങ്ക് വരികയാണെങ്കിൽ ഒരു പോയിന്റ് കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വാഷിംഗ് മെഷീന് സെപ്പറേറ്റ് ഒരു പൈപ്പ് നേരെ കുഴിയിലേക്ക് പോകണം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ 2 ദിവസമായിട്ടുള്ള നമ്മുടെ പരിപാടി. അപ്പോൾ ഈ ഒരു കാര്യത്തെ പറ്റിയുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. ഓക്കെ ഗൈസ്.